വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഓർ മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓവർ നമ്പർ ഓഫ് കൺട്രീസ്, അല്ലേ? ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ല നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ടും എന്തൊക്കെയാണ് നമുക്ക് ഈ MNCs എന്ന് പറയുമ്പോൾ ഇത് ജൈജാൻറ്റിക് ഓപ്പറേഷനാണ്. വളരെ ജൈജാൻറ്റിക് സൈസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹ്യൂജ് സൈസ് ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും ഡീൽ ചെയ്യുക, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുക, അതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, നെറ്റ്വർക്ക് ഓഫ് ഓപ്പറേഷൻസ് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ ദ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് വിച്ച് എക്സ്റ്റെൻഡ് ദിയർ ഇൻഡസ്ട്രിയൽ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ദിയർ ബ്രാഞ്ചസ് ഇൻ സെവറൽ കൺട്രീസ്. അപ്പോൾ ഓരോ കൺട്രിയിലും പല കൺട്രിയിലും പല ബ്രാഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാഞ്ചസിനെ മോഫ എന്നും പറയുന്നുണ്ട്. മോഫ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ്. മോഫ, MOFA. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂജ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സ് നോർമലി ഹ്യൂജ് ആയിരിക്കും. അതുപോലെ എബിലിറ്റി ടു റേസ് ഫണ്ട്, ദേ ആർ ഹാവിങ് ദി എബിലിറ്റി ടു റേസ് ഫണ്ട് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. They are able to tap funds from various sources. They may issue equity shares, debentures or bonds to the public. They are also in a position to borrow from financial institutions and ഇൻ്റർനാഷണൽ ബാങ്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് എല്ലാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാം പബ്ലിക്കിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രോങ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു കണ്ടിന്യൂറ്റിയെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും അങ്ങനെ ഒരു എക്കണോമിയിലും പലപ്പോഴും ഗ്ലോബൽ എൻ്റർപ്രൈസസ് അവിടെ വിത്ത് ഹെൽഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഫോറിൻ കൊളാബറേഷൻ. അതായത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് നോർമലി മറ്റ് ഓർഗനൈസേഷൻ മീൻസ് മറ്റ് കൺട്രീസിലുള്ള കമ്പനീസുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് പല കാര്യങ്ങളും, അത് ടെക്നോളജി റിലേറ്റഡ് ആവാം, ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആവാം, ബ്രാൻഡ് നെയിംസ് യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാറ്റേഴ്സിലെല്ലാം ഇവർ ഒരു ഫോറിൻ കൊളാബറേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും MNCക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും MNCs മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾക്കിവിടെ പറയേണ്ടി വരും ഇങ്ങനെ ഫോറിൻ കൊളാബറേഷൻ വരുമ്പോഴേക്കും. മറ്റൊരു ഫീച്ചർ അഡ്വാൻസ്ഡ് ടെക്നോളജി. അതായത് MNCs എന്ന് പറയാൻ നമുക്കറിയാം ഹൈ ക്വാളിറ്റി ഗുഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് പല MNCസിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിന് ഏത് കൺട്രിയിലാണോ ആ MNC ഉള്ളത് അവിടുത്തെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതും നമുക്ക് ഈ ഒരു ഫീച്ചറിനൊപ്പം ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഫീച്ചർ പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ. അപ്പോൾ ഇവിടെ കൂടുതലും പ്രൊഡക്റ്റ്, അതായത് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചസ് ഒക്കെ വളരെയധികം കണ്ടക്ട് ചെയ്യുന്നതും MNCയുടെ പ്രത്യേകതയാണ്. അപ്പോൾ റിസർച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് MNCസിനുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, റിസർച്ച് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും MNCയിൽ റിസർച്ച് വർക്ക്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനും കൂടുതൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനും ഗ്ലോബൽ എൻ്റർപ്രൈസസിന് സാധിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസാണ് അവർ യൂസ് ചെയ്യുന്നത്. അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ മാക്സിമം കവർ ചെയ്യാനും മാക്സിമം മാർക്കറ്റിൽ ഇൻഫർമേഷൻ എത്തിക്കാനും അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു ബൈയിങ് പാറ്റേൺ ഇൻക്രീസ് ചെയ്യാനൊക്കെ MNCയുടെ പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെർഷറി. അതായത് ഇപ്പോൾ ഒരു ഹോം കൺട്രിയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള MNCയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വരുന്നത്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിന് ഇൻ്റർനാഷണൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം അവരുടെ മാർക്കറ്റ് അത്രത്തോളം എക്സ്പാൻഡ് ആക്കാനായിട്ട് ബൗണ്ടറി കടന്നും എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന മാർക്കറ്റാണ് നമുക്ക് ഈ ഒരു MNCയുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വൈഡായിട്ട് ഇങ്ങനെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ബ്രാൻഡിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന പോയിന്റ്സാണ്. നെക്സ്റ്റ് ഫീച്ചർ സെൻട്രലൈസ്ഡ് കൺട്രോൾ. അതായത് നമുക്കറിയാം അല്ലേ, ഇതൊരു പർട്ടിക്കുലർ കൺട്രിയിൽ ഒരു പർട്ടിക്കുലർ മെയിൻ ബ്രാഞ്ച് തീർച്ചയായിട്ടും MNCക്ക് ഉണ്ടാവും. അപ്പോൾ അത് കൂടാതെ തന്നെ സബ്സിഡറി ബ്രാഞ്ചസ് പല പല പ്ലേസസിലുണ്ടാവും. എങ്കിലും ആ ഒരു ഹോം ബ്രാഞ്ച് അല്ലെങ്കിൽ ഹോം കൺട്രിയിൽ വരുന്ന മെയിൻ യൂണിറ്റ് തന്നെയായിരിക്കും ഈ കൺട്രോളിംഗ് എന്ന് പറയുന്ന ആ മെയിൻ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് കൺട്രോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഹെഡ് ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ യൂണിറ്റിലായിരിക്കും എന്ത് ചെയ്യുക ഓവറോൾ കൺട്രോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടും നമ്മളിനി ഇത് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി മിയർ ഫീച്ചർ. ഓക്കെ ഡിയേഴ്സ്, ഈ ടോപ്പിക്കാണ് വീഡിയോയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ടോപ്പിക്കിലൂടെ കാണാം. ടേക്ക് കെയർ. ബൈ.